ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. ആദ്യം പറയട്ടെ, ഷാലിനി രാഹുൽസ് വേൾഡ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചാനലിലായിരിക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ആദ്യം കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്കുട്ടി ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ. മണിക്കുട്ടി അങ്ങനെ അമ്മയുടെ, അതായത് രാധികയുടെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് പറയുന്നുണ്ട്, അമ്മേ നിതാൻ്റിയുടെ മോളുണ്ടല്ലോ, അവർ ആ പെൺകുട്ടി എന്നെ പോലെ തന്നെയാണ് കാണാൻ എന്നാണ് പറയണത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസത്തേക്ക് നിതാൻ്റിയുടെ അടുത്തേക്ക് പോകണമെന്ന് എല്ലാവരും പറഞ്ഞത്, എങ്കിൽ മാത്രമേ നിതാൻ്റിയുടെ അസുഖം മാറുള്ളൂ എന്നാണ് പറയണത്. ഇനി മുതൽ ഞാൻ അവരെ അമ്മയെന്നൊക്കെ വിളിക്കേണ്ടത്, അമലങ്കിളിനെ അച്ഛാന്നും വിളിക്കണം. എനിക്ക് അറിയില്ല അമ്മേ, തിരിച്ചെനിക്കിവിടെ വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാനിനി തിരിച്ചിങ്ങോട്ടേക്കൊരു വരവുണ്ടാവുമെന്ന്. എനിക്കെൻ്റെ മുത്തിനെ കാണാതെ ഒരു സമാധാനം ഉണ്ടാവില്ല അമ്മേ. മുത്ത് ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഞാൻ പോകാൻ പോണത്. അവൾ എഴുന്നേറ്റിരിക്കുമ്പോൾ എന്നെ പോകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നാളെ രാവിലെ അവൾ എഴുന്നേറ്റാൽ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എനിക്ക് മുത്തിനെ കാണാതെ പറ്റില്ല അമ്മേ, എങ്കിലും എനിക്ക് പോയേ പറ്റൂ. ആ ആൻറ്റിയുടെ അസുഖം മാറണമെങ്കിൽ മാറട്ടെ, പക്ഷേ ഇനി എനിക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് അറിയില്ല അമ്മേ. എനിക്ക് തോന്നണം ഞാൻ ഇനി തിരിച്ചൊന്നും ഇങ്ങോട്ടേക്ക് വരില്ലായിരിക്കും. എൻ്റെ അച്ഛനെയും അമ്മേനെയും മുത്തിനെയും ഒന്നും കാണാൻ എനിക്കിനി പറ്റില്ലായിരിക്കും. അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണേ. അമ്മയുടെ ഫോട്ടോ ഞാൻ എടുക്കുവാണ്. അമ്മ എൻ്റെ കൂടെ ഉണ്ടാവും എന്നൊരു ഉറപ്പുണ്ട്. എനിക്ക് ഈ റൂമിൽ എപ്പോഴും അമ്മ ഉണ്ടാവണമെന്നൊരു വിചാരമാണ്. നിതാൻ്റിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ റൂമിലും അമ്മ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ ഫോട്ടോ എടുക്കുവാണെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ കെട്ടിപ്പിടിച്ച് മണിക്കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം കാണിക്കുന്നത് കൃഷ്ണനെയാണ്. കൃഷ്ണ നിലത്ത് മണിക്കുട്ടിനെ കാത്തിരിക്കുന്ന സമയത്ത് കാവ്യ മണിക്കുട്ടിനെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് മണിക്കുട്ടിയുടെ കയ്യിൽ ഫോട്ടോ, രാധികയുടെ ഫോട്ടോ ആയിട്ടാണ് വരുന്നത്. എങ്കിൽ പോവാൻ മോളെ എന്ന് കൃഷ്ണ പറയുമ്പോൾ, അച്ഛ ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് രാധികയുടെ ഫോട്ടോ കൃഷ്ണയുടെ കയ്യിലേക്ക് കൊടുക്കുക. എൻ്റെ അമ്മയുടെ ഫോട്ടോ അച്ഛനൊന്ന് പിടിക്കേ, ഞാൻ ഇപ്പോൾ വരാം, ഒരു കാര്യം മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അകത്തേക്ക് ഓടിപ്പോവാണ് മണിക്കുട്ടി. മണിക്കുട്ടി എവിടെ പോകണേന്ന് അറിയാണ്ട് കൃഷ്ണയും അതുപോലെ തന്നെ കാവ്യ മണിക്കുട്ടിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മണിക്കുട്ടി പെട്ടെന്ന് അകത്തേക്ക് ഇങ്ങനെ ഓടിപ്പോകുക കേട്ടോ. മണിക്കുട്ടി പോണത് നമ്മുടെ മുത്തിൻ്റെ അടുത്തേക്കാണ്. മുത്ത് നല്ല ഉറക്കമാണ്. മുത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് മുത്തിന് ഒരു ഉമ്മ കൊടുക്കുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, എൻ്റെ മുത്തേ, നീ എൻ്റെ കുഞ്ഞനിയത്തിയാണ്, എൻ്റെ ജീവനാണ് നീ എൻ്റെ മണിമുത്താണ്. നിന്നെ കാണാതെ എങ്ങനെ എനിക്ക് ഇരിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇനിയൊരു തിരിച്ചുവരവ് ഇങ്ങോട്ടേക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല മുത്തേ. നീ അറിയാതെ ഞാനിപ്പോൾ പോണത്. രാവിലെ ആയിക്കഴിഞ്ഞാൽ നീ അറിയും ഞാൻ ഈ ചേച്ചി ഇവിടെ ഇല്ലെന്നുള്ള സത്യം. ഞാൻ പഠിക്കാൻ പോകുന്നതൊക്കെ വേറൊരു സ്കൂളിലായിരിക്കും. ഇനി നമ്മൾ കാണോ മുത്തേ, എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയത്ത് കാവ്യ അടുത്തേക്ക് വരുന്നുണ്ട്. മോളെ മണിക്കുട്ടി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മണിക്കുട്ടി അമ്മേ പോവേണ്ട മോളെ എന്ന് പറയുമ്പോൾ മണിക്കുട്ടി എഴുന്നേക്കുവാണ് കട്ടിലിൽ നിന്ന്. അതിനുശേഷം മണിക്കുട്ടി നമ്മുടെ കാവ്യനെ മണിക്കുട്ടിനെ കെട്ടിപ്പിടിക്കുമ്പോൾ കാവ്യക്ക് ഉമ്മ കൊടുക്കുകയാണ് മണിക്കുട്ടി. അതിനുശേഷം കാവ്യ പറഞ്ഞിട്ട് ഞാൻ മോളെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് കാവ്യ രണ്ട് കൈയും എടുത്തിട്ട് മണിക്കുട്ടിനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഒക്കത്തേക്ക് ഇങ്ങനെ ചേർത്തിങ്ങനെ എടുത്തിട്ട് മണിക്കുട്ടിനായിട്ട് ഇങ്ങനെ പോകുവാണ്. കൃഷ്ണ ആണെങ്കിൽ നിലത്തിങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാവ്യ മണിക്കുട്ടിനെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. കൃഷ്ണൻ്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷം കൃഷ്ണ പറയുന്നുണ്ട്, കാവ്യ എങ്കിൽ നമുക്ക് പോയാലോ എന്ന് പറയുമ്പോൾ കാവ്യ പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല കൃഷ്ണ. അതെന്താ താൻ വരാത്തത്? എനിക്കിനൊരു യാത്ര പറച്ചിൽ പറ്റുമെന്ന് തോന്നുന്നില്ല കൃഷ്ണ. എനിക്ക് സഹിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അവിടെ നിന്ന് ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോകും. വേണ്ട കൃഷ്ണ, ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ മണിക്കുട്ടി പറയുന്നുണ്ട്, അമ്മ വരണ്ട അമ്മേ, അമ്മ വന്നാൽ അതെനിക്ക് വല്ലാതെ വിഷമമാകും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ കാവ്യ മണിക്കുട്ടിനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുവാട്ടോ. അമ്മ കരയല്ലേ അമ്മേ, അമ്മയും അച്ഛനും മുത്തൊന്നും ഒരിക്കലും കരയരുത്. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം. ഞാൻ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ പോണത്. മോളെ മണിക്കുട്ടി എത്രയും പെട്ടെന്ന് തന്നെ അമ്മയുടെ അച്ഛനടുത്ത് വരണം കേട്ടോ എന്ന് പറയുമ്പോൾ, ഞാൻ വരാം അമ്മേ, അമ്മ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇങ്ങോട്ട് തന്നെ വരും എന്ന് പറയുവാണ്. അതിനുശേഷം കാവ്യ ഒരുപാട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് മണിക്കുട്ടിനെ യാത്രയാക്കാണ്. കൃഷ്ണ കാറിലേക്ക് കയറ്റുന്നുണ്ട്. മണിക്കുട്ടി കാറിൽ നിന്ന് ടാറ്റ കൊടുക്കുമ്പോൾ കാവ്യ പൊട്ടിക്കരഞ്ഞ് കാവ്യയും ടാറ്റ കൊടുക്കും. അതിനുശേഷം കാവ്യ പെട്ടെന്ന് അകത്തേക്ക് ഓടിക്കേറി പോകുക കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ കാവ്യ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് ഓടിപ്പോയിട്ട് മുത്തിൻ്റെ അടുത്തേക്ക് പോയി കിടക്കുവാണ്. മുത്തിനെ കെട്ടിപ്പിടിച്ച് കാവ്യ പൊട്ടിക്കരയുവാണ്. ഈശ്വരൻ എന്ത് വലിയ പാപമാണ് ആ കുട്ടിയെടുത്ത് ചെയ്തത്. മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനും അവരുടെ അസുഖം മാറാൻ വേണ്ടി ഒരു കുഞ്ഞിൻ്റെ മനസ്സ് വേദനിപ്പിച്ചു. ഞാനും കൃഷ്ണയും കൂടി. ദൈവമേ എന്നോട് ക്ഷമിക്കണേ, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഞാൻ ഇപ്പോഴും സഹിക്കാൻ പറ്റുന്നില്ല. ഏത് നശിച്ച സമയത്താണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയതെന്നൊക്കെ ആലോചിച്ച് പൊട്ടിക്കരണം. എനിക്ക് എൻ്റെ മണിക്കുട്ടിനെ കാണാതെ പറ്റുമെന്നറിയില്ല. എന്തുകൊണ്ട് അവളെൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രാധാന്യം തന്നേന്ന് എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് മണിക്കുട്ടിയിലാണ്ട് പറ്റണില്ല. എൻ്റെ ഹൃദയം നുറുങ്ങുന്ന പോലെ വേദന തോന്നുന്ന പറഞ്ഞിട്ട് മുത്തിനെ കെട്ടിപ്പിടിച്ച് കരയാണ്. ആ സമയത്ത് മുത്ത് അങ്ങോട്ട് നീങ്ങി കിടന്ന് കാവ്യനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഉറക്കത്തിൽ തന്നെ. കാവ്യ അങ്ങനെ തന്നെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ രാവിലെ ആവുമ്പോൾ തന്നെ നമ്മുടെ കൃഷ്ണയും മണിക്കുട്ടിയും കൂടി ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് തന്നെ നീത അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ.
കുളിച്ച് സുന്ദരിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. മണിക്കുട്ടിനെയും കാത്ത് നിൽക്കുന്ന സമയത്ത് അമൽ നോക്കുമ്പോൾ നീത അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ആത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് കൃഷ്ണയുടെ കാറ് വരുന്നുണ്ട്. കൃഷ്ണയുടെ കാറ് വരുമ്പോഴേക്കും നമ്മുടെ നിതയും അമലും സൂക്ഷിച്ച് നോക്കുകയാണ്, അതിൽ മണിക്കുട്ടി ഉണ്ടോ എന്ന് നോക്കുവാണ്. ആ സമയത്ത് കൃഷ്ണ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് മണിക്കുട്ടീനെ ഇറക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നിതക്ക് ഭയങ്കര സന്തോഷമാണ്. നിത ഓടിപ്പോകുമ്പോൾ അമല് നിൽക്ക് നിത ഇവിടെ നിൽക്ക്, കൃഷ്ണ ഇങ്ങോട്ട് തന്നെ മണിക്കുട്ടിനെ കൊണ്ടുവരും എന്ന് പറയുവാണ്, മിന്നുമോളെ കൊണ്ടുവരും എന്ന് പറയുവാണ്. അതിന് കൃഷ്ണ അങ്ങോട്ട് മണിക്കുട്ടിനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നിത പെട്ടെന്ന് തന്നെ മണിക്കുട്ടിനെ കെട്ടിപ്പിടിക്കേണ്ട, മോളെ മിന്നു എൻ്റെ പൊന്നുമോള് വന്നോ, ഇനി അമ്മയടുത്ത് എവിടെയും പോകരുത് കേട്ടോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഒക്കത്ത് വെച്ചിട്ട് ഇങ്ങനെ കിടത്തുവാണ്. കൃഷ്ണ പറയുന്നുണ്ട്, എൻ്റെ പൊന്നുമോളെ എൻ്റെ ജീവൻ ഇവിടെ തന്നിട്ടാണ് ഞാൻ പോകുന്നത്, എൻ്റെ മോളെ കരയിപ്പിക്കാതെ നോക്കണം, അമ്മൽ എല്ലാ കാര്യങ്ങളും നോക്കണം എന്നൊക്കെ അമ്മലിനോട് പറയുന്നുണ്ട്. അതിനുശേഷം കൃഷ്ണ അകത്തേക്ക് കയറി പോകുക കേട്ടോ. ശേഷം ഡോക്ടറെയാണ് കാണിക്കുന്നത്. ഡോക്ടർ പറയുന്നുണ്ട് കൃഷ്ണയുടെ എന്നാലും സരസ്വതിയമ്മ പറഞ്ഞപ്പോൾ കൃഷ്ണ എന്തായാലും കുഞ്ഞിനെ കൊണ്ടുവന്നിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, സരസ്വതിയമ്മയുടെ വാക്ക് പൊന്നായല്ലേ എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, സരസ്വതിയമ്മ പറഞ്ഞുകൊണ്ടെന്ന് മാത്രമല്ല മനുഷ്യത്വം കൊണ്ട് മാത്രം ഞാൻ തന്നത്, എന്തായാലും എൻ്റെ മോളെ ഞാനിവിടെ എൻ്റെ ജീവനെ ഞാനിവിടെ ഏൽപ്പിച്ചിട്ടാണ് പോണത്, എനിക്കും കാവ്യക്കും ഒരു സമാധാനം ഉണ്ടാവില്ല, രാവിലെ മുത്തെഴുന്നേക്കും, അവൾ പ്രശ്നം ഉണ്ടാക്കും, എങ്കിലും ഡോക്ടറൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം എന്ന് പറയുമ്പോൾ എനിക്കറിയാം കൃഷ്ണയുടെ നല്ല മനസ്സാണ്, ആ മനസ്സിന് മുമ്പിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിച്ച് പോകുവാണ് ഈ നിമിഷം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട്, എനിക്ക് ഒരു കാര്യം കൂടി ഡോക്ടറോട് പറയാനുണ്ട്, എൻ്റെ മോളെ എപ്പോൾ കാണാനും ഉള്ള അവകാശം എനിക്കും കാവ്യക്കും മുത്തിനും തന്നിരിക്കണം. അതെന്താ കൃഷ്ണ അങ്ങനെ പറഞ്ഞത്, കൃഷ്ണയുടെ കാവ്യയുടെ മകളല്ലേ മണിക്കുട്ടി, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മണിക്കുട്ടിനെ കാണാമല്ലോ. അതെ അതന്നെയാണ് പറഞ്ഞത്, എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് കാണാൻ പറ്റണം, എപ്പോൾ വേണമെങ്കിലും മണിക്കുട്ടിനെ കൊണ്ടുപോകാൻ പറ്റണം, അങ്ങനെയൊക്കെയുള്ളൊരു നിബന്ധന എന്തായാലും ഉണ്ട്. അത് മാത്രമല്ല മണിക്കുട്ടിക്ക് ഞങ്ങളെ കാണാൻ തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ സമ്മതിച്ചു കൃഷ്ണ, ഞാൻ അത്ര ക്രൂരനായ ഡോക്ടറൊന്നും അല്ല, അവരുടെ അസുഖം മാറണ വരെയല്ലേ മണിക്കുട്ടി അവരുടെ അടുത്ത് ഉണ്ടാവുള്ളൂ, അതിനുശേഷം നിങ്ങളുടെ തന്നെ മണിക്കുട്ടി വരുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ മണിക്കുട്ടി വരുന്നുണ്ട്. മണിക്കുട്ടി വരുമ്പോഴേക്കും ഡോക്ടർ പറയണ്ട, ആഹാ മണിക്കുട്ടി നല്ല സുന്ദരിക്കുട്ടി ആയല്ലോ, മണിക്കുട്ടി വിഷമിക്കൊന്നും വരട്ടോ, ഇത് ആൻറ്റിയുടെ അസുഖം മാറാനല്ലേ, നല്ലൊരു ആൻറ്റി അല്ലേ അത്, മോളെ പൊന്നു പോലെ നോക്കും, മോളുടെ അമ്മേനെ പോലെ തന്നെ മോളെ കെയർ ചെയ്യും, മോളുടെ സ്വന്തം അമ്മയെന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശരി ഡോക്ടറെങ്കിൽ എന്നൊക്കെ മണിക്കുട്ടി പറഞ്ഞു. മണിക്കുട്ടി മുഖം ആകെ വിഷമത്തിലിരിക്കും കേട്ടോ. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, മോളൊരു കാര്യം ചെയ്ത് നിതാൻ്റെ അടുത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൃഷ്ണയുടെ അടുത്ത് സംസാരിക്കുകയാണ് ഡോക്ടർ കൃഷ്ണ പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, എൻ്റെ മോളുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വരാൻ വേണ്ടി സമ്മതിക്കരുത് ഡോക്ടർ എന്ന് പറയുമ്പോൾ, ഇല്ല കൃഷ്ണക്കത് അമലിനെ നിതേനെ അറിയാത്തതുകൊണ്ട് അവർ പൊന്നു പോലെ നോക്കും, അവരുടെ കൺമുമ്പിൽ നിന്ന് മണിക്കുട്ടി ഒരിക്കലും മിസ്സാവില്ല, ആ നിതയുണ്ടല്ലോ ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും എപ്പോഴും മണിക്കുട്ടിനെ അടുത്ത് തന്നെ വെച്ചിട്ടേ എല്ലാം ചെയ്യുള്ളൂ, ഇനി ഒരു പാവമാണ് കൃഷ്ണക്ക് അത് അറിയാനിട്ടാണ്, എന്തായാലും നല്ലൊരു കാര്യം നിങ്ങൾ ചെയ്തല്ലോ, വളരെയധികം ഉപകാരം ഉണ്ടെന്നൊക്കെ പറയുവാണ്. കൃഷ്ണ അവിടെ നിന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. കൃഷ്ണ അവിടെ ഇരിക്കുന്ന സമയത്ത് അമല് കൃഷ്ണയുടെ അടുത്തേക്ക് വരുവാണ്. കൃഷ്ണ സാറിന് വിളിക്കുമ്പോൾ കൃഷ്ണ പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട്. കൃഷ്ണയുടെ കൈകളിൽ പിടിക്കുവാണ് അമല്. വളരെയധികം നന്ദിയുണ്ട്, നിങ്ങൾ ഇത്രയും നല്ലൊരു കാര്യം ചെയ്യുന്നു, ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല, ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല, എൻ്റെ നിധിയുടെ അസുഖം മാറണ വരെ എന്തായാലും മണിക്കുട്ടിയെ ഞങ്ങൾക്ക് തരാൻ സമ്മതിച്ചല്ലോ എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയണ്ടേ, നേരത്തെ നിധ അവിടെ ഉള്ളതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല അമലിനോട് എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, മണിക്കുട്ടിനെ എപ്പോൾ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാലും എന്നെയും അതുപോലെ തന്നെ മുത്തിനെയും കാവ്യനെയും കാണാൻ സമ്മതിക്കണമെന്ന് പറയുമ്പോൾ, അതെന്താ കൃഷ്ണ അങ്ങനെ പറഞ്ഞത്, നിങ്ങളുടെ മോളല്ലേ മണിക്കുട്ടി, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ, ഞാനും നിധിയും ഒരിക്കലും മണിക്കുട്ടിന് ഒരിക്കലും നിങ്ങളുടെ അടുത്ത് തട്ടിപ്പറിച്ച് മേടിക്കണമെന്നല്ല, അത്ര മനസ്സാക്ഷിയില്ലാത്തവരൊന്നുമല്ല ഞാൻ എന്ന് അമൽ പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, മണിക്കുട്ടി ഇപ്പം നിങ്ങളുടെ വീട്ടിലാണ് നിൽക്കുന്നത്, ഒരിക്കലും നാളൊരു സമയത്ത് ഞങ്ങൾക്കതൊരു ബാധ്യത ആവരുത്, മണിക്കുട്ടിനെ നിങ്ങളുടെ അസുഖം മാറി തിരിച്ചു കൊണ്ടുവരുമ്പോൾ നിങ്ങൾ പറ്റില്ല എന്നൊന്നും പറയരുത്, അതൊക്കെ അറിയിച്ചിട്ട് എനിക്ക് ടെൻഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇല്ല, നിങ്ങളുടെ അസുഖം മാറി കഴിഞ്ഞാൽ മണിക്കുട്ടിനെ ഞാൻ നിങ്ങൾക്ക് തരും എന്ന് അമൽ ഉറപ്പ് പറയുകയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ, ഇനി എന്തായാലും മണിക്കുട്ടി കൃഷ്ണയുടെ കൂടെ പോകില്ല എന്ന് ഉറപ്പാണ്, കാരണം അത് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതിനുശേഷം മണിക്കുട്ടിനെയും കൂടി നിത വരുന്നുണ്ട്. അതിനുശേഷം മണിക്കുട്ടിനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ കൃഷ്ണ യാത്ര പറയാണ്. പക്ഷേ നിതക്ക് അത് ഒട്ടും ഇഷ്ടമാവുന്നില്ല കേട്ടോ, കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് മണിക്കുട്ടി നിൽക്കണ കാണുമ്പോഴേക്കും. അതിനുശേഷം മണിക്കുട്ടിനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ കൃഷ്ണ ഒരുപാട് ഉമ്മ കൊടുക്കേണ്ട, അച്ഛൻ പോയിട്ട് വരാൻ മോളെ എന്ന് പറയാനുണ്ട്. അതിനുശേഷം അമലിനോടും നിതയെടുത്ത് വീണ്ടും കൃഷ്ണ പറയാണ്, എൻ്റെ മോൾ കരയാനിട വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മണിക്കുട്ടിനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ മണിക്കുട്ടിയും പൊട്ടിക്കരഞ്ഞു പോവാട്ടോ. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ മ്യൂസിക്കാണ് കേൾപ്പിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയട്ടെ, ഷാലിനി രാഹുൽസ് വേൾഡ് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ മാത്രം കാണാതെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇനി എനിക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ, ഈ സീരിയലിൻ്റെ റിവ്യൂ ഇടാൻ പറ്റുള്ളൂ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.